വിശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ തൻ്റെ വീടിൻ്റെ ആധാരം കണ്ടെത്താനായി സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ശാലിനി. പക്ഷേ സുസ്മിതയും സത്യഭാമയും ചേർന്ന് ശാലിനിയെ അകത്തേക്ക് കടക്കാനായിട്ട് അനുവദിക്കുന്നില്ല. എൻ്റെ ശാരികേച്ചിയുടെ കല്യാണം മുടങ്ങും, അതിനാൽ എൻ്റെ ആധാരം എടുക്കാനായി അകത്തേക്ക് കയറ്റണം എന്നൊക്കെ ശാലിനി കെഞ്ചി പറഞ്ഞിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ തന്നെ നിൽക്കുകയാണ് സത്യഭാമ. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോയിൽ കാണിക്കുന്നത് സത്യഭാമയുടെ വീടിൻ്റെ മുറ്റത്ത് വിഷ്ണുവിൻ്റെ ജീപ്പിനടുത്ത് നിൽക്കുകയാണ് ശാലിനി അങ്ങനെ വിഷമിച്ച്. തുടർന്ന് ഇടിയൊക്കെ വെട്ടി മഴ പെയ്യുകയാണ്. ആ മഴ നനഞ്ഞുകൊണ്ട് തന്നെ ശാലിനി മുറ്റത്ത് തന്നെ നിൽക്കുന്നു. അത് അകത്തു നിന്നും നോക്കി നിൽക്കുകയാണ് സത്യഭാമയും സുസ്മിതയും പ്രീതിയും രാഘവൻ നായരുമൊക്കെ. ശാലിനി മഴയത്ത് തന്നെ നിൽക്കുന്നത് കണ്ട് വിഷമിക്കുന്ന വിഷ്ണു ശാലിനിയോട് വന്ന് അകത്തേക്ക് വരാൻ പറയുകയാണ്. അന്നേരം വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയാണ് ശാലിനി. കരഞ്ഞുകൊണ്ട് തന്നെ ശാലിനി പറയുകയാണ്, ശാലിനി ഇവിടെ നിന്നും ഒരടി അനങ്ങില്ല. എൻ്റെ ശാരികേച്ചിയുടെ ജീവിതം തകർത്തിട്ട് ഈ ശാലിനിക്കിനി ജീവിക്കണ്ട. ശാലിനിയുടെ അവസ്ഥയിൽ വിഷമിച്ച് നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് വിഷ്ണുവും ശാലിനിയും മഴയത്ത് തന്നെ നിൽക്കുന്നത് നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ് സുസ്മിത. ഇത്രയുമാണ് പുതിയ പ്രൊമോയിൽ വന്നിട്ടുള്ളത്. ബാക്കി നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്